ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ബീഫ് കപ്സയാണ്. നമ്മൾ ഈ കപ്സ ഉണ്ടാക്കാൻ പോകുന്നത് കപ്സപ്പൊടിയോ ടൊമാറ്റോ കെച്ചപ്പോ ഒന്നും ഇല്ലാതെയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ എങ്ങനെ കപ്സ ഉണ്ടാക്കുന്നതെന്ന് അതിന് പകരം എന്താ യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ കപ്സ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് 400 ഗ്രാം ബീഫ് എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഈ ബീഫ് ഒന്ന് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അപ്പോൾ ബീഫ് അവിടെ വേവുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് കപ്സ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കപ്സ റെഡിയാക്കി ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ പോലെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കുരുമുളക് ഒന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം കേട്ടോ. 4 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, 4-5 ഗ്രാമ്പൂ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് റെഡിയായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് 2 കപ്പ് അരി വെച്ചിട്ടാണ്, അതിനുള്ള അളവാണ് പറയുന്നത്. ഇനി സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ തന്നെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളിയും ജസ്റ്റ് ഒന്ന് റെഡിയായി വന്നാൽ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ 3ഉം കൂടി പേസ്റ്റ് ആക്കിയതാണ്. 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ, അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 3ഉം കൂടി പേസ്റ്റ് ആക്കിയതാട്ടോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിന് പകരമായിട്ട് ഇതിലേക്ക് ഒരു ടൊമാറ്റോ എടുത്ത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക കേട്ടോ, വലുതാണെങ്കിൽ 1 മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് ഒരു മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, മാഗി ക്യൂബ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ആ വെള്ളത്തോടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി വെള്ളത്തിൻ്റെ കണക്ക് ശരിയാവുക അങ്ങനെ പേടിയൊക്കെ ഉണ്ടെങ്കിൽ ബീഫ് വെള്ളം വേറെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ബീഫിലുള്ള വെള്ളം 1 കപ്പാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ബീഫ് വെന്തതാണല്ലോ. ഇനി നമുക്ക് അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 കപ്പ് ആ ബീഫിലുള്ള വെള്ളം ഉണ്ടല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പച്ചമല്ലിപ്പൊടി ഇടാട്ടോ. പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി. ഇത് 3ഉം ഇട്ടാൽ മതി നമ്മൾ കപ്സപ്പൊടിക്ക് പകരമായിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കാം കേട്ടോ. നമ്മൾ ബീഫിൽ ഉപ്പുണ്ട്, പിന്നെ ഉള്ളി വാട്ടിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തത്. എന്നിട്ട് അരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് 1 വിസിൽ കേട്ടോ, ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. വിസിൽ പോയ ശേഷം ആവിയൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്, ഞാൻ തുറന്ന് നോക്കി. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കപ്സ കിട്ടിയിട്ടുണ്ട്, ബീഫ് കപ്സ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കപ്സയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.